ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 27-ാം തീയതി. ഇന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനുള്ള 5-ാമത്തെ മാർഗം ദിവ്യപൂജയാണ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് അതിനു മുമ്പ് നമ്മൾ ചെറിയ ചെറിയ വഴികൾ കണ്ടു കഴിഞ്ഞു. പ്രാർത്ഥന, ജപമാല, ദാനധർമ്മം, സഹനം ഒക്കെ. ഈ 5-ാമത്തെ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി, അതായത് പരിശുദ്ധ കുർബാന എന്ന ദിവ്യപൂജ. ഈ ജപം, ദാനം, തപസ് മുതലായ കൃത്യങ്ങൾ എത്ര പരിശുദ്ധമായും പരിപൂർണമായും നിറവേറ്റിയാലും അവയുടെ ഫലത്തിനൊക്കെ ഒരു അറുതിയുണ്ട്. കാരണം അത് നമ്മളാണല്ലോ ചെയ്യുന്നത്. നമുക്ക് ശുദ്ധതയില്ലല്ലോ. അങ്ങനെ നമ്മൾ പാപികളല്ലേ. പാപികൾ ആയിട്ട് നമ്മളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം നമ്മുടെ വിശുദ്ധിയുടെ തോതനുസരിച്ച് കിട്ടുള്ളൂ. പക്ഷേ പരിശുദ്ധ കുർബാന മനുഷ്യനല്ല അർപ്പിക്കുന്നത്, അത് ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥനകളും കുർബാനയും തമ്മിൽ വളരെ വളരെ അന്തരമുണ്ട്. എല്ലാ ഫലങ്ങളും ദിവ്യപൂജയിൽ നമുക്ക് കിട്ടും. അത് പ്രതിപുരുഷനായി ഒരു പുരോഹിതൻ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ബലിയർപ്പിക്കുന്നത് ഈശോയാണ്. അതുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് പരിശുദ്ധ കുർബാന പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ വലിയ ആശ്വാസമായിരിക്കും, വലിയ ആശ്വാസം. വിശുദ്ധ കുർബാന പണം കൊടുത്ത് അർപ്പിക്കുന്നതിനാണല്ലോ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷേ യോഗ്യതയോടുകൂടെ കുർബാന കണ്ട് സമർപ്പിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറച്ച് മടി അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു ദിവസം തുടങ്ങുമ്പോഴേ ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ അതിൻ്റെ ആ ഒരു ഗുണം മരിച്ചു ചെല്ലുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും നല്ല മാർഗം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടുവാൻ. ഇന്നത്തെ ജപം: ഞങ്ങളുടെ ജീവനും പ്രതീക്ഷയുമായ ഈശോയെ, അങ്ങ് ലോകത്തെ വിട്ടുപിരിയുന്ന സമയങ്ങളിൽ അങ്ങേ തിരുശരീരത്തെയും തിരുരക്തത്തെയും ഞങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങളായിട്ട് തന്നരുളുന്നതിന് തിരുമനസ്സായല്ലോ. ഇതിൻവണ്ണമുള്ള അങ്ങേ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദയ ചെയ്യണമേ. വിശേഷമായി മറ്റൊരാശ്വാസവും ഇല്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികമായി അനുഗ്രഹിച്ച് എല്ലാവരെയും നിത്യായുസ്സിൻ്റെ ഉറവയായിരിക്കുന്ന അങ്ങേപ്പക്കൽ ചേർത്തരളണമേ. മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും 5 സ്വർഗസ്ഥനായ പിതാവും. ഇന്നത്തെ സുഹൃത്ത് ജപം: മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ, എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം, അല്ലെങ്കിൽ അത് കാണണം. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നാണ് അത്ഭുത കാശരൂപത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. അത്ഭുത കാശരൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കാതറിൻ ലെബോറ എന്ന കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മ 1830 ജൂലൈ 18-ാം തീയതി രാത്രി 11:30 പാരീസിൽ ദുദ്ബാക്ക് എന്ന സ്ഥലത്തെ ചാരിറ്റി സമൂഹത്തിൻ്റെ പള്ളിയുടെ അൾത്താരയിലടുത്തായി പ്രത്യക്ഷപ്പെട്ടു. വെള്ള വസ്ത്രം ധരിച്ച് കൈകൾ ഭൂമിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരു ഗ്ലോബിന്മേൽ സർപ്പത്തെ ചവിട്ടി നിൽക്കുന്നതായി കണ്ടു. പരിശുദ്ധ കന്യകയുടെ ചുറ്റുമുണ്ടായിരുന്ന ഓവൽ ഷേപ്പിൽ എഴുതിയിരുന്നൊരു വാക്യം ഇതായിരുന്നു: ഓ മേരി, അമലോത്ഭവ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാതറിൻ ലെബോറ ഒരു ശബ്ദം കേട്ടു: ഈ കാശുരൂപത്തിൻ്റെ ഇത് ഇപ്പോൾ കണ്ട കാഴ്ച ഒരു കാശുരൂപത്തിൻ്റെ ആകൃതിയിലാക്കണം. വിശ്വാസത്തോടുകൂടെ ഇത് കഴുത്തിലണിയുന്നവർക്ക് ഏറെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതായിരിക്കും. പെട്ടെന്ന് ആ ചിത്രം മറഞ്ഞപ്പോൾ മറുപുറത്ത് എം എന്ന ഒരു വലിയ അക്ഷരം കണ്ടു. എമ്മിൻ്റെ നടുക്ക് മുകളിലായൊരു കുരിശ്, കുരിശിൻ്റെ അടിയിൽ എമ്മിൻ്റെ ഇടയിലൂടെ ഒരു വാള്, അതിനും അടിയിലായി 2 ഹൃദയങ്ങൾ, ഒന്നിന്മേൽ നിറയെ മുള്ളുകൾ, മറ്റതിന്മേൽ ഒരു വാളിറങ്ങിയിരിക്കുന്നു. ഇതാണ് അത്ഭുത കാശുരൂപത്തിൻ്റെ രൂപം. ഈ കാശുരൂപം ധരിക്കണം, മെഡൽ ധരിക്കണമെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇന്നാണ് അത്ഭുത കാശുരൂപത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. നമുക്ക് ഇന്ന് അതും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം.
ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നേർച്ചകളും എല്ലാ ദിവ്യപൂജകളും തപസ് ഇതെല്ലാം ഓരോ ദിവസവും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് കാഴ്ചവെക്കാം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം നന്നാക്കാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാത്താൻ അവിടെ ഇടപെടും. കാരണം അവൻ്റെ കയ്യിൽ നിന്നും ഒരാത്മാവ് നഷ്ടമാവുകയാണ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മളോട് ദേഷ്യപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ നമ്മളെ അവഗണിച്ച് തള്ളിയ ഒരാളെ നമ്മൾ സ്നേഹിക്കും, അതെല്ലാം ഞാൻ ക്ഷമിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നല്ല ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ ഈ സാത്താൻ നമ്മളെ വെറുതെ വിടില്ല. കാരണം അവന് മനസ്സിലായി ക്ഷമ നടക്കുമ്പോൾ അവിടെ അവർ ദൈവത്തിൻ്റെ മക്കളാകും. അത് അവന് തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അവൻ സാധിക്കാത്ത വണ്ണം അവൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പാടില്ല. അതിന് തക്ക ബോധ്യങ്ങൾ ഈ സാത്താൻ കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും വലിയ ബോധ്യം നീ ചെയ്തത് തന്നെയാണ് ശരി, നീ പറഞ്ഞത് തന്നെയാണ് ശരി, നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ 3 ബോധ്യങ്ങളാണ് സാത്താൻ നമ്മളിലേക്ക് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞതാണ് ശരി, പിന്നെ ഇപ്പം എന്താ കുഴപ്പം, അതിലൊരു തെറ്റുമില്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അവരാണ് ക്ഷമിക്കേണ്ടത്. ഇങ്ങനെ ബോധ്യങ്ങൾ തരും. അപ്പോൾ ഞാൻ ചെയ്തതാണ് ശരി, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും എളിമപ്പെട്ട് ക്ഷമിക്കാനോ മാപ്പ് പറയാനോ ക്ഷമ കൊടുക്കാനോ തുനിയില്ല. അങ്ങനെ അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ഇടപെട്ട് നമ്മൾ വെറുപ്പിലും വൈരാഗ്യത്തിലായാൽ പിന്നെ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയ്ക്കും ഫലമില്ലാണ്ടാകും. അവൻ നമ്മളോട് പ്രാർത്ഥിക്കുന്നതിന് തടസ്സമൊന്നും ചിലപ്പോൾ വരത്തില്ല. ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചോ, ജപമാല ചെല്ലേ, നൊവേന ചെല്ലേ, കുരിശിൻ്റെ വഴി നടത്തേ, എന്ത് വേണമെങ്കിൽ ചെയ്തോ. പക്ഷേ അവൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെറുപ്പ് വയ്ക്കും. അല്ലെങ്കിൽ ഞാനാണ് വലുത്, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരോടും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഈ ബോധ്യങ്ങളെ കൊണ്ട് അവൻ ഒരാളെ നിറച്ച് കഴിഞ്ഞാൽ അതേ അവൻ നിറയ്ക്കുള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല സാത്താൻ നമുക്ക്. സമ്പത്ത് വേണോ, ആരോഗ്യം വേണോ, എല്ലാവരും രോഗത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിനക്ക് ഞാൻ നല്ല ആരോഗ്യം തരാം. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ആരോഗ്യം. മറ്റുള്ളവരൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്, അവർ പാപികളാണ്, അതുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കും അവൻ. അഹങ്കാരം, നമ്മൾ തെറ്റില്ല, നമ്മളിൽ തെറ്റില്ല, അപ്പോൾ എളിമപ്പെടാൻ പറ്റില്ല, അങ്ങനെയൊരവസ്ഥയിലാക്കിയിട്ട് അവൻ്റെ കാര്യം നോക്കി പോവും. അല്ലാണ്ട് ജപമാല ചെല്ലുമ്പോൾ തടസ്സം ഉണ്ടാക്കുക, കുർബാനയ്ക്ക് പോകുമ്പോൾ തടസ്സം ഉണ്ടാക്കുമെന്ന് അവൻ ചെയ്യില്ല ആ സമയത്ത്. കാരണം അഹങ്കാരം കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ പ്രാർത്ഥനകളും ഫലമില്ലാതെ പോവുമല്ലോ. അങ്ങനെയാണ് സാത്താൻ ഇടപെടുക. ഇനി ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നേരിട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കഠിനമായ രോഗപീഠകൾ തന്നിട്ടാകാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒറ്റപ്പെടുന്ന വേദന തന്നിട്ടാവാം. അങ്ങനെയൊക്കെ അവൻ സാത്താൻ നേരിട്ട് വരും. മരിയ സിമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ സാത്താൻ നേരിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു അനുഭവം ഞാൻ ഇന്ന് പങ്കുവയ്ക്കാം. സാത്താൻ ശുദ്ധീകരണാത്മാവിൻ്റെ വേഷം ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ മരിയോട് കുമ്പസാരക്കാരനായിട്ടുള്ള അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ അടുത്ത് വരുന്ന എല്ലാ ആത്മാവിനെയും നീ സ്വീകരിക്കണം. അവർക്ക് വേണ്ടി എത്ര സഹിക്കേണ്ടി വന്നാലും ദൈവം നിനക്ക് അതിന് വേണ്ട ശക്തി തരും. അതുകൊണ്ട് നീ എല്ലാ ആത്മാവിനെയും സ്വീകരിച്ചോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ബോധ്യത്തിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ശുദ്ധീകരാത്മാവ് വരണത്. ആ ശുദ്ധീകരാത്മാവ് വന്നിട്ട് മരിയോട് പറഞ്ഞു, ദേ ഇപ്പോൾ ഒരു ആത്മാവ് കൂടെ ഇങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട്, പക്ഷേ ആ ആത്മാവിനെ നീ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മരിയ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയണത്, സ്വീകരിക്കരുതെന്ന്? അപ്പോൾ ഈ ആത്മാവ് പറഞ്ഞു, നീ വളരെയധികം സഹിക്കേണ്ടി വരും, അത് നിനക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിനെ എൻ്റെ പക്കൽ വരാൻ കർത്താവ് അനുവദിച്ചത്.
അങ്ങനെയാണ് മരിയ പറഞ്ഞത്. ആത്മാവ് പറഞ്ഞു, നീ അതിനെ സ്വീകരിക്കണ്ട, നിനക്ക് കുറേ സഹിക്കേണ്ടി വരും, അതുകൊണ്ടാണ് എന്ന്. അപ്പം മരിയ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ദൈവം എൻ്റെ അടുത്തേക്ക് ആ ആത്മാവിനെ അയക്കുന്നത്. അപ്പോൾ പിന്നെ നീ ഈ ആത്മാവിനെ, അടുത്ത ആത്മാവിനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ആത്മാവ് പറഞ്ഞു കർശനമായിട്ട്, നീ ഇനി വരുന്ന ആത്മാവിനെ സ്വീകരിക്കരുത്, ദൈവം നിന്നെ നോക്കാണ്, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുന്നുണ്ടോ, ഇത് ദൈവം പറഞ്ഞതാന്ന് പറഞ്ഞിട്ടാണ് ഈ ആത്മാവ് പറഞ്ഞത്. മരിയയ്ക്ക് ആകെ ഭയങ്കര കൺഫ്യൂഷനായി. ഇതെന്താ ഇങ്ങനെ വന്ന് പറയണത് ഒരു ആത്മാവ്. ഉടനടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് പിശാചാണ് എന്ന്. ഉടനെ ഹന്നാൻ വെള്ളം തെളിച്ച് മരിയ കൽപ്പിച്ചു, നീ സാത്താനാണെങ്കിൽ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇവിടെ നിന്ന് പോവുക. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി. അപ്പോൾ ഒരു ശുദ്ധീകരാത്മാവിൻ്റെ വേഷം ധരിച്ച് വന്നു. പിന്നെയും മരിയയുടെ ജീവിതത്തിൽ പലരുടെയും വേഷങ്ങൾ ധരിച്ച് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു പുരോഹിതൻ്റെ വേഷം ധരിച്ച് വന്നു. പുരോഹിതൻ്റെ വേഷം ധരിച്ചിട്ട് പുരോഹിതൻ്റെ വേഷത്തിൽ വന്നതും പിന്നെ ഹാൾ എന്ന സ്ഥലത്തെ ഹാൾ എന്ന സ്ഥലത്തെ മഠത്തിൻ്റെ മദർ, ആ മദറിൻ്റെ വേഷത്തിലും വന്നു. ശുദ്ധീകരാത്മാക്കളായിട്ടും വന്നു, പുരോഹിതൻ്റെ വേഷത്തിൽ വന്നു, മദറായിട്ടും വന്നു. ഈ പുരോഹിതനും മദറും വന്ന് പറഞ്ഞത്, നീ ഇനി പരിശുദ്ധ അമ്മയോടുള്ളൊരു പ്രതിജ്ഞയിൽ നിലനിൽക്കണ്ട, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് പറഞ്ഞത്. അതുപോലെ പറഞ്ഞ് ഈ പുരോഹിതൻ പറഞ്ഞു, നീ ഇപ്പം നരകത്തിലേക്ക് എത്താനുള്ള അവസ്ഥയിലാണ് നിൻ്റെ അവസ്ഥ എന്ന്. റൂമിൽ അഗ്നിജ്വാലകളും സ്ഫോടനങ്ങളൊക്കെ വരുത്തി. അതോടുകൂടി ഇതിൻ്റെ ഹൃദയത്തിൽ ഭയം നിറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ സാത്താൻ ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇവള് ഭയത്തിന് അടിമപ്പെട്ടപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത്, എൻ്റെ അടുത്ത് ആത്മാക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനത്തെ അനുഭവം. അപ്പോഴാണ് പുരോഹിതനെയും മദറിനെയും അവൾ അന്നാവളം തെളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായത് ഇവർ രണ്ടും സാത്താനാണ് വേഷം മാറി വന്നിരിക്കുന്നത്, രൂപങ്ങൾ ധരിച്ച്. അങ്ങനെ സാത്താൻ മരിയയെ പറ്റിക്കാറുണ്ട്. പറ്റിക്കുന്നത് ഒരു കാര്യത്തിലാണ്, ഒന്നുകിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ജപമാലയൊന്നും ചൊല്ലണ്ടെന്ന് പറയും. ഇതുപോലെ പരിശുദ്ധ അമ്മയെ കൊണ്ട് നടക്കണ്ട എന്നും പറയും. ഇങ്ങനെയും സാത്താൻ രൂപം ധരിച്ച് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശ്രദ്ധയോടെ ഇതൊക്കെ കേൾക്കാം. ഇതൊന്നും വെറുതെ പറയുന്ന അനുഭവങ്ങളല്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വരെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അവർ വിശുദ്ധരല്ല, മിസ്റ്റിക്കുകളല്ല, ആരുമല്ല. പക്ഷെ സാധാരണ ആളുകൾക്ക് വരെ ഇതുപോലെ സാത്താൻ വേഷം മാറി പറ്റിക്കുന്നുണ്ട്. നമുക്ക് കരുതലോടെ ഇരിക്കാം. നമ്മുടെ അടിത്തറ വിശ്വാസങ്ങളിൽ നിന്നും പോകാതെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഫിലിപ്പി 2:10-11 നമുക്ക് വായിക്കാം. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഇത്. ഈ വചനത്തിൽ പറയുന്നു, പാതാളം എന്നത് നീതിമാന്മാരായി മരിച്ചവരുടെ അഥവാ ശുദ്ധീകരണാത്മാക്കളുടെ സ്ഥലം. കാരണം നരകത്തിലുള്ളവർ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കില്ല. അവരുടെ മുട്ടുകൾ അവൻ്റെ മുമ്പിൽ മടങ്ങുകയുമില്ല. മാത്രമല്ല, ഈ വചനഭാഗം വിജയസഭയിലും, അതായത് സ്വർഗത്തിലും, ഭൂമിയിലും, അത് സമരസഭ, സഹനസഭയിലും, അതായത് പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുക. അപ്പോൾ ഇതെല്ലാം ഓരോ വിശ്വാസ പ്രഖ്യാപനത്തിലേക്കാണ് നമ്മെ നയിക്കുക. വെളിപാട് 21:4 വായിക്കാം. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പുതിയ ആകാശം പുതിയ ഭൂമിയും വന്നതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും ഇവിടെ പറയുന്നു. കാലത്തിൻ്റെ അന്ത്യത്തിലാണ് ദുഃഖവും കണ്ണുനീരും തുടയ്ക്കപ്പെടുന്നത്.
എന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വർഗത്തിൽ കണ്ണീരോ ദുഃഖമോ ഇല്ല, നരകത്തിൽ ആരുടെയും കണ്ണീർ തുടയ്ക്കപ്പെടുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഈ ആത്മാക്കൾ ശുദ്ധീകരണ ആത്മാക്കളാണ്. ശുദ്ധീകരണം കഴിയുന്നതോടെ അവരുടെ വേദനയും കണ്ണീരും ദുഃഖവും ഇല്ലാതാവുകയും സ്വർഗഭാഗ്യം പൂർണ്ണതയിൽ അനുഭവിക്കുകയും ചെയ്യും. ഈ വചനഭാഗങ്ങളെല്ലാം പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശുദ്ധീകരണാത്മാക്കളെ മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് അത്ഭുത മെഡലിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓ മേരി അമലോത്ഭവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. കഴിയുമെങ്കിൽ ഈ ഒരു അത്ഭുത മെഡൽ ശരീരത്തിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.